മന്ത്രിപദവിക്ക് ഫോർമുല നിശ്ചയിച്ച് ബി.ജെ.പി 4 എംപിമാരുള്ള പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും. ടി.ഡി.പിക്കും ജെ.ഡി.യുവിനും 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ശിവസേനയ്ക്കും എൽ.ജെ.പിക്കും 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ധനവകുപ്പ് ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ വേണമെന്നാണ് ടി.ഡി.പിയുടെ ആവശ്യം. എൻ.ഡി.എയുടെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ 11-ന് ചേരും. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർക്കെ വലിയൊരു കുരുക്കിലാണിപ്പോൾ ബി.ജെ.പി എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ചോദിച്ച് ഈ ചെറിയ പാർട്ടികൾ സമ്മർദ്ദമുണ്ടാക്കുന്നു. ധനവകുപ്പ് ഉൾപ്പെടെയുള്ള ഒരു ആവശ്യം ടി.ഡി.പി മുന്നോട്ട് വെക്കുന്നു. ജെ.ഡി.യുവും ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തുടക്കം ഇതിപ്പോൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നയരൂപീകരണത്തിലൊക്കെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയല്ലേ നൽകുന്നത്? ഇക്കാര്യത്തിൽ എന്താവും ബി.ജെ.പിയുടെ ഒരു തന്ത്രം? ബി.ജെ.പി ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പീയൂഷ് ഗോയലിനെയാണ് തെലുങ്കുദേശത്തോട് സംസാരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പീയൂഷ് ഗോയൽ തെലുങ്കുദേശത്തോട് സംസാരിക്കും. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ബി.ജെ.പി തെലുങ്കുദേശത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഈ 4 എംപിമാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിൽ ഉള്ള ഒരു വാഗ്ദാനമായിരിക്കും നൽകുന്നത്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകും. 3 ക്യാബിനറ്റ് പദവി 2 ഒരു സഹമന്ത്രി പദം എന്ന വിധത്തിലായിരിക്കും വാഗ്ദാനം നൽകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതിൽ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒന്നും ആഗ്രഹിക്കേണ്ടതില്ല എന്ന നിലപാടായിരിക്കും അറിയിക്കുന്നത്. ഒപ്പം നിതീഷ് കുമാറിനോട് അശ്വിനി വൈഷ്ണവായിരിക്കും സംസാരിക്കുന്നത്. ജെ.ഡി.യുവിന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് 3 മന്ത്രി പദവി ആയിരിക്കും. അതിൽ 2 ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവിയും ആയിരിക്കും. മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന നിലപാടും അവരെ അറിയിക്കും. വകുപ്പുകളുടെ കാര്യത്തിൽ ഇരു പാർട്ടികളും ചോദിച്ച ചില വകുപ്പുകൾ നൽകാനായിട്ട് ധാരണയായിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകൾ അതിലേതെങ്കിലും ഒന്ന് ഈ പാർട്ടികൾക്ക് നൽകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇക്കാര്യങ്ങളെല്ലാം ബി.ജെ.പി ഈ ഘടകകക്ഷികളെ അറിയിക്കും. മറ്റ് ചെറിയ ഘടകകക്ഷികൾക്കും സമാനമായിട്ടുള്ള വീതം വെപ്പാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വരുന്ന നാളുകളിലും ഇതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മുളയിലെ നുള്ളുന്നതിന് വേണ്ടിയിട്ട് എൻ.ഡി.എയുടെ യോഗം, ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലെ പ്രവർത്തിക്കുന്ന ഒരു സമിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമിതി നിശ്ചിത ഇടവേളകളിൽ കൂടുകയും മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരിക്കും മുന്നോട്ട് പോവുക. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എൻ.ഡി.എക്ക് ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രവർത്തിച്ചിരുന്നില്ല. ഇനി എന്നാൽ അങ്ങനെ ആയിരിക്കില്ല. എൻ.ഡി.എയുടെ ഒരു കൺവീനറെ തെരഞ്ഞെടുക്കും ഉടനെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ പേരാണ് അതിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ചന്ദ്രബാബു നായിഡു അതിന് താല്പര്യം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അമിത്ഷാ എൻ.ഡി.എയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ.